അപ്പൊ അങ്ങനെ നമ്മുടെ ആറാമത്തെ ദിവസമായി. അപ്പൊ എന്തായാലും ആറാമത്തെ ദിവസത്തിന്റെ ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. ഇതുവരെ ഭംഗിയായിട്ട് പോണു. ഇനി സൂത്രങ്ങൾ വരാൻ കിടക്കാനുള്ളൂ. നമ്മുടെ കുറവുകൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കിടക്കാനുള്ളൂ. അപ്പൊ ദാ വന്നു ട്രഡീഷണൽ മാർക്കറ്റിംഗ്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ കടകളിലൊക്കെ നടക്കുന്ന കച്ചവടം. എന്താണ്? ടി വിയിൽ പരസ്യം കണ്ട അപ്പൊ തന്നെ അവരെന്ത് ചെയ്യും? അവർ ആ കടയിൽ പോയിട്ട് ആ വസ്തു മേടിക്കും. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആവശ്യമനുസരിച്ചിട്ട് അങ്ങോട്ട് പോവാണ് ചെയ്യുക. പക്ഷേ ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ പ്രോസ്പെക്ടിങ് അതിലെന്താ സംഭവിക്കുക? നമ്മൾ കസ്റ്റമറിന്റെ അടുത്തേക്ക് പോകും. ഇതാണ് മെയിൻ വ്യത്യാസം. അപ്പൊ നമ്മളാണ് അങ്ങോട്ട് പോണത്. അതിന്റെ അർത്ഥം പരസ്യമാരാണ് നമ്മൾ തന്നെ, റെപ്രസെന്റേറ്റീവ് ആരാണ് നമ്മൾ തന്നെ, ബ്രാൻഡ് അംബാസഡർ ആണ് ആരാണ് നമ്മൾ തന്നെ. അപ്പൊ നമ്മൾ അത്രയ്ക്കും ടെലിവിഷനും അങ്ങനെയുള്ള പല സ്ഥലത്ത് കാണിക്കുന്ന പരസ്യത്തിന്റെ അതേ പവറിലാണ് നമ്മൾ പോണ്ടത്. ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്, ടി വിന്റെ ഏത് പരസ്യമാണെങ്കിൽ പോലും അതൊരു മാക്സിമം 10 സെക്കൻഡ് പോലും ഇല്ല കേട്ടോ. 10 സെക്കൻഡിന്റെ അപ്പുറത്തുള്ള പരസ്യങ്ങൾ വളരെ കുറവാണ്. അപ്പൊ ഈ പരസ്യങ്ങൾ ഏറ്റവും ഷോർട്ടും ഏറ്റവും സിമ്പിൾ ആണെങ്കിൽ മാത്രമേ ജനങ്ങൾ അതിലേക്ക് നിൽക്കുള്ളൂ. ഇതിന്റെ ഉദാഹരണം മനസ്സിലാക്കാം. നമ്മളെല്ലാവരും ഈ യൂട്യൂബ് അങ്ങനെയുള്ള പല ചാനൽ എന്റർടൈൻമെന്റ് നമ്മൾ നോക്കണം, തമാശകളുടെ വീഡിയോസ് നമ്മൾ നോക്കണ്ടാവും. എന്താണ് നമ്മൾ ശ്രദ്ധിച്ചത്? ഒന്ന്, നമുക്ക് അത്രയും ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ അപ്പൊ തട്ടി അടുത്തേക്ക് പോയി, അപ്പൊ അത് ശരിയല്ലെങ്കിൽ തട്ടി അടുത്തേക്ക് പോയി. അപ്പൊ മനസ്സിലാക്കാൻ ഇന്ന് ഏറ്റവും ബെസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കേണ്ടത് വളരെ ചെറിയ രൂപത്തിലും നാം വളരെ എഫക്റ്റീവ് ആയിരിക്കണം. അപ്പൊ അവിടെയാണ് മനസ്സിലാക്കട്ടെ. ഇനി എല്ലാവരും ഒരു പ്രോസ്പെക്റ്റ് ആണ്. എല്ലാവരും നമുക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ പറ്റിയ ഒരു വ്യക്തി തന്നെയാണ്. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ, ഈ ഭൂമിയിൽ ആർക്കാണ് പണം ആവശ്യമില്ലാത്തത്? അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഈ ഭൂമിയിൽ ഉണ്ടോ? ഇല്ലേ ഇല്ല. അതിന്റെ അർത്ഥം എന്താണ്? എല്ലാവരും ഒരു പ്രോസ്പെക്റ്റായി മാറണം നമുക്ക്. ഇനി ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഈ ജോലിന്റെ കൂടെ ചെറിയൊരു ബിസിനസ് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ചെറിയൊരു വരുമാനം, അച്ചാർ ഉണ്ടാക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഒരു ചെറിയൊരു 4 എക്സ്ട്രാ ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എൻ്റെ കുടുംബത്തിൽ 2-3 ആൾക്കാർ വരുമാനം ഉണ്ടാക്കായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പൊ പലരും എന്താ ആലോചിക്കുന്നത്, കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ എന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറും, അപ്പൊ വരുമാനം കൂടുതൽ കിട്ടും. പക്ഷെ എന്താ സംഭവിക്കുന്നത്? അവര് വലുതായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലൈഫിലേക്ക് കടക്കുമ്പോൾ നമ്മളെ ആക്ച്വലി ഒന്നുകൂടെ ഷോർട്ട് ആവാണ് ചെയ്യുന്നത്. ഇവിടെ ഇതാണ് ഇമ്പോർട്ടന്റ്. ഈ ഭൂമിയിൽ പൈസ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുമില്ല. ഈവൻ സന്യാസികളാണെങ്കിൽ പോലും. ചിന്തിക്കുക, ഒരു ആശ്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവരുടേതായ ഒരു കൂട്ടായ്മയോ കൂടുതൽ മുന്നോട്ട് പോണെങ്കിൽ, പക്ഷെ പൈസ ഇല്ലാണ്ട് പറ്റുമോ? ഭക്ഷണം കൊടുക്കണം, പൈസ ഇല്ലാണ്ട് പറ്റുമോ? സേവനം ചെയ്യണം, പൈസ ഇല്ലാണ്ട് പറ്റുമോ? ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. പണമില്ലാതെ ഒരു സാധനവും നടക്കൂല. ഏതൊരു തരം ഹെൽപ്പിംഗ് ആണെങ്കിൽ പോലും മനസ്സുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ മാത്രം നമുക്ക് പണം വേണ്ട. അതർവൈസ് ഏതൊരു പ്രവൃത്തിക്കും പൈസ ഇല്ലാതെ പറ്റൂല. അതിന്റെ അർത്ഥം എന്താണ്? എല്ലാ വ്യക്തിയും ഏത് മേഖലയാണെങ്കിലും അവൻ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടർ തന്നെയാണ്. അപ്പൊ ഇനി അടുത്തത്, പേഴ്സൺ ഹു ഇസ് പോസിറ്റീവ്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ഏതാണ്? ചില വ്യക്തികൾ വളരെ പോസിറ്റീവാണ്. അപ്പൊ അങ്ങനത്തെ വ്യക്തികള്, മറ്റുള്ളവരെ കളിയാക്കാത്ത പരിഹസിക്കാത്ത വ്യക്തികളെ ആക്ച്വലി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ്. അതല്ലാതെ തന്നെ നമുക്ക് നമ്മൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം? അല്ല സാറേ, അല്ലെങ്കിൽ മാം, നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ജോലിയാണോ നല്ലത് തോന്നുന്നത്, അതോ ബിസിനസ് ആണ് നല്ലത് തോന്നുന്നത്? അപ്പൊ അവരെ ആശയങ്ങൾ നമുക്ക് മനസ്സിലാവും. 100% ആൾക്കാർ, 100% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിനോട് ഒരു ബുദ്ധിമുട്ട് ഉറപ്പായിട്ട് അവരെ പറയും. കാരണം ഇതില് ഇങ്ങനെയുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഇത് ബോസ് ശരിയല്ല, അല്ലെങ്കിൽ സാഹചര്യം ശരിയല്ല, ഇന്ന പ്രഷർ കൂടുതലാണ്. പല ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുക, അത് വളരെ ഹൈ വർക്ക് ലോഡാ സാറേ, ടെക്നിക്കലി നമുക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്, ജനങ്ങൾ അത് മനസ്സിലാക്കണം, അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ. അപ്പൊ ഇത് മനസ്സിലാക്കാൻ എല്ലാവരും ഒരു മാനസിക ബുദ്ധിമുട്ടിൽ തന്നെയാണ്. റിയാലിറ്റി ആരും പുറത്തേക്ക് പറയില്ല എന്ന് മാത്രം. അപ്പൊ
ബിസിനസ് ആണെങ്കിൽ വേറെ എന്താ വിഷയം? ബിസിനസ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ പണം വേണം, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതും പ്രാക്ടിക്കൽ അല്ല. ഒരു കട ഇടാന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും ഫർണിച്ചർ കാര്യങ്ങൾ വേണം, പ്രൊഡക്റ്റ് മേടിക്കണം, അതിന്റെ പരസ്യങ്ങൾ മേടിക്കണം, പിന്നെ അത് പതുക്കെ പച്ച പിടിക്കുള്ളൂ. എന്തായാലും 1 വർഷം 2 വർഷം ആയാലാണ്ട് അതിന്ന് അത് ഒന്നാമത് ഇറക്കിയ പൈസ പോരാൻ തന്നെ നമുക്ക് കുറച്ച് കാലം വേണം. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ എന്നാലും പലരും ആഗ്രഹിക്കുന്നുണ്ട് ചെറുതാണെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ ഒരു 4 എണ്ണം ഉണ്ടാക്കാൻ ഏറ്റവും ഈസി മാർഗം എന്തായിരുന്നു എന്ന് എല്ലാവരും നോക്കാറുണ്ട്. ഇതാണ് നമ്മുടെ ക്യാച്ചിങ് പോയിന്റ്. പിന്നെ അപ്പൊ നമുക്കൊരു ബിസിനസ് ആയിരുന്നെങ്കിൽ അപ്പൊ ബിസിനസിന്റെ റിസ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയാ, യഥാർത്ഥത്തിൽ നല്ലൊരു ബിസിനസ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം പാർട്ട് ടൈം ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ 95% ആൾക്കാർ ഗ്യാരണ്ടീഡ് യെസ് തന്നെ പറയുള്ളൂ. നിങ്ങളെ എന്നോട് വന്ന് ചോദിച്ചു നോക്കിയേ, ഞാനും യെസ്സേ പറയുള്ളൂ. കാരണം എനിക്ക് എന്ത് കിട്ടണമെന്നല്ല, അതീന്ന് ഒരു 4 എണ്ണം എക്സ്ട്രാ വലിയ റിസ്ക് ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ. ഇനി കൂടെ ഒരു 5-10 ഇറക്കാന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ റിസ്ക് ഒന്നും അല്ല. ലക്ഷങ്ങളുടെ വിഷയം ഇവിടെ വരില്ല. ഇനി അതും ഇൻവെസ്റ്റ്മെന്റ് അല്ല, അത് വെറുതെ ഒരു പർച്ചേസ് ആണ്. അവിടുന്ന് നമുക്ക് ഒരു ഇത് കിട്ടുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആരാ വരാണ്ടിരിക്കുക? എക്സാമ്പിൾ പറഞ്ഞ ഞാൻ പറയട്ടെ. നിങ്ങളുടെ സ്ഥാപനത്തിൽ അനേക പ്രൊഡക്റ്റുകളുണ്ട്, സോപ്പുണ്ട്, ചീർപ്പുണ്ട്, എണ്ണയുണ്ട്, പലതുണ്ട്. ഞാൻ വലിയ ഇതിലേക്ക് പോണില്ല. ഒരു സോപ്പ് ഒരു വ്യക്തി ഞാൻ പറഞ്ഞുകൊണ്ട് ആ സോപ്പ് ആ വ്യക്തി ഉപയോഗിക്കുകയാണെങ്കിൽ അദ്ദേഹം ഏത് നാട്ടുകാരനാണ് അറിയേണ്ട ആവശ്യമില്ല. ഒരു ഡൽഹിക്കാരനോട് ഞാൻ പറയണം, അല്ലെങ്കിൽ ദുബായിൽ UK ഇരിക്കുന്ന ഒരു വ്യക്തിയോട് ഞാൻ പറയണേ, ഞാൻ ഈ പറയുന്ന സോപ്പ് ദയവ് ചെയ്ത് ഉപയോഗിക്കൂ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ ഞാൻ ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം ആ നാട്ടിൽ വെച്ചിട്ട് എത്രയോ തവണ കുളിക്കുകയാണെങ്കിലും ഓരോ തവണ ആള് സോപ്പ് മേടിക്കുമ്പോൾ അതിലത്തെ ഒരു 5 പൈസ നമുക്ക് കിട്ടൂലേ മാഷെ? അവിടെയാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ 5 പൈസയല്ല വിഷയം. പതുക്കെ 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 ഇത് നമ്മളോട് പറയണു, അവര് പലരോടും പറയണു, ഇതിന്ന് ഏത് രാജ്യത്ത് നമുക്ക് പരിചയം പോലും ഇല്ലാത്ത പല ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ ഏത് നാട്ടിൽ കുളിച്ചാലും പൈസ നമുക്ക് കിട്ടാന്ന് പറഞ്ഞ ഒരു രസമല്ലേ? എവിടെയോ ഏതോ ഓസ്ട്രേലിയയിൽ അവര് പുട്ട് ഉണ്ടാക്കാണ്. പക്ഷെ ആ പുട്ടുപൊടി ഞാൻ വിറ്റ് എന്റെ കമ്പനീന്റെ ആണ്, ഞാൻ കൊണ്ടുവന്ന ഒരു ഡൗൺലൈനിൽ ഏതോ എനിക്ക് പരിചയം പോലും ഇല്ലാത്ത, പക്ഷെ അവര് ആ ഉപയോഗിക്കുന്ന പുട്ടിന്റെ ഒരു 4 എണ്ണ എനിക്ക് കിട്ടുകയാണെന്ന് പറഞ്ഞാ ഒന്ന് ചിന്തിച്ചു നോക്കാം നമ്മുടെ പവർ എന്താണെന്ന്. നിങ്ങൾ അതിന്റെ പവർ മനസ്സിലാക്കണം. കടയിൽ നിന്ന് മേടിക്കുന്ന പോലെയല്ല. കടയിൽ നിന്ന് മേടിക്കുമ്പോ കടക്കാരന് കിട്ടി, സ്ഥാപനത്തിന് കിട്ടി, അത്രയ്ക്കേ ഉള്ളൂ, അത് അവിടെ അവസാനിച്ചു. ഇത് അങ്ങനെയല്ല. ഇത് ആ ക്വാളിറ്റി സാധനം അവർ ഉപയോഗിക്കാൻ അവർക്ക് താല്പര്യം തോന്നിയാൽ നിങ്ങളുടെ പവർ നിങ്ങൾ ആലോചിക്കുക. കാരണം ചെറിയ എക്സാമ്പിൾ പറയാം. ഒരു ഉപ്പ് ഉപ്പ് ഉപയോഗിക്കാത്ത ഏതെങ്കിലും വീടുണ്ടോ? ഇല്ല അല്ലെ? ഒരു പാക്കറ്റെങ്കിലും മേടിക്കാത്ത വീട്ടുകാരുണ്ടോ? ഇല്ല. ഇന്ത്യയിൽ മാത്രം 140 കോടി ജനങ്ങളുണ്ട്. ഈ 140 കോടി ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 10 ആൾക്കാർ വെച്ചിട്ട് നമ്മൾ ഒരു കുടുംബമാണെന്ന് തന്നെ വെച്ചോ. അതിലൊരു പാക്കറ്റ്, ഞാൻ സത്യം പറഞ്ഞാൽ അതിന്റെ അപ്പുറത്താണ് കണക്ക് പോവുക. പക്ഷേ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ എത്രയായി? 10 കോടി അല്ലെങ്കിൽ 14 കോടി ജനങ്ങൾ. 14 കോടി ജനങ്ങൾ ഒരു ഉപ്പിന്റെ പാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ ഒരു ഉപ്പിന്റെ പാക്കറ്റ് ഏകദേശം 10 രൂപ മുതൽ 20-25 രൂപന്റെ പല പാക്കറ്റുകളുണ്ട്. അതിന്ന് 1 രൂപ പോലും ലാഭം ഒരു മാസം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് കിട്ടുന്നത് 14 കോടി രൂപയാണ്. ട്രഡീഷണൽ മാർക്കറ്റിൽ പല പ്രസ്ഥാനങ്ങൾ, വലിയ വലിയ കമ്പനികൾ കോടീശ്വരന്മാരാവണതിന്റെ കാരണം ഇതാ. വിൽക്കുന്നത് വളരെ ചെറിയ പ്രൊഡക്റ്റാണ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് റിലയൻസ് ആണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും ടാറ്റ ആണെങ്കിലും ഇവർ ഏറ്റവും വമ്പൻ വരുമാനം ഈ ചെറിയ പ്രൊഡക്റ്റുകളാണ്. നമ്മൾ ചിന്തിക്കുന്നത് വലിയ കാര്യങ്ങളാണ്. നമ്മൾ ചിന്തിക്കുന്ന അവരിട്ട പെട്രോൾ പമ്പ് അല്ലേ? അല്ല, സത്യത. അപ്പൊ ഈ ഡയറക്റ്റ് സെല്ലിങ്ങിൽ നമ്മൾ എത്രയോ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവരെ റെഗുലർ യൂസർ ആക്കാൻ മാറ്റാൻ സാധിക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായ കാഴ്ച കൊടുക്കുമ്പോൾ അവർ ഇതേപോലെ വർക്ക് ചെയ്യുമ്പോൾ
നിങ്ങളുടെ ഇൻകം വളരെ ഹൈ ആയി, ലോകം മൊത്തം നമ്മുടെ കയ്യിലാണ്. ഇത് അവസാനിക്കില്ല. എന്താ കാര്യം വെച്ചാൽ നമ്മൾ 100 ആൾക്കാരെ വിളിക്കുമ്പോൾ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ 10 ആൾക്കാർക്ക് ബിസിനസിന്റെ കഴിവ് രക്തത്തിൽ ഉണ്ടാവുള്ളൂ. അതിനെ ട്യൂൺ ചെയ്യലാണ് നമ്മുടെ പരിപാടി. അപ്പൊ ഇതാണ് ട്യൂണിങ്ങിന്റെ ഭാഗം. ഇനി ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് ഈ വക കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരെ എക്സ്പ്രഷന് ശ്രദ്ധിക്കണം. യഥാർത്ഥത്തിൽ അവരെ എക്സ്പ്രഷൻ വളരെ പോസിറ്റീവ് ആണെങ്കിൽ ആ 100% ഇതൊക്കെ കേൾക്കുമ്പോൾ അവർ പോസിറ്റീവ്. എന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ കൂടെ നിങ്ങൾ കേൾക്കുക. അവരേൽ എന്തെങ്കിലും തടസ്സങ്ങൾ, ബുദ്ധിമുട്ടോ, ഉറപ്പായിട്ട് ഞാൻ ആ വിഷയങ്ങൾ മുന്നോട്ട് ഡിസ്കസ് ചെയ്യും. ഇവിടെ ഒന്ന് മാത്രമേ ചിന്തിക്കണം, നമ്മൾ ഒരു പോസിറ്റിവിറ്റി. ഞാൻ മാഷെ നേർവഴിക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ നന്മ ചെയ്തുകൊണ്ട് ഉള്ള ഒരു കാര്യമല്ല നമ്മൾ പറയുന്നത്. ഇവിടെ ഒരാളോട് നമ്മൾ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനോ റിസ്ക് എടുക്കാനോ നമ്മൾ പറയുന്നില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കേ, പല ആൾക്കാര് ഓരോ വീട്ടിൽ പോയിട്ട് 10 രൂപ ഇട്ടാൽ 1 കോടി കിട്ടുമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചിട്ട് ഒരുപാട് ആൾക്കാരെ ഈ മണിച്ചേനും അങ്ങനെയുള്ള പല വിഷയത്തിലും എത്ര ആൾക്കാർ പെട്ടുപോകണ്ടെന്നറിയാം. എന്താ കാരണം എന്നറിയോ? അവർ യഥാർത്ഥത്തിൽ പൈസ ആഗ്രഹിച്ചു, പക്ഷെ അവര് പെട്ടെന്ന് സ്പീഡിൽ കയറാൻ പറ്റും എന്നുള്ള സ്പീഡ് ഒന്നുമില്ല മാഷെ. ഇതൊരു ഇവിടെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ ഗവൺമെന്റ് അംഗീകരിക്കുന്ന പ്രസ്ഥാനമാണോ? നിയമപരമായിട്ട് അത് ഈവൻ ഫിനാൻഷ്യൽ കാര്യമാണ് ആണെങ്കിൽ പോലും ഇത് റിസർവ് ബാങ്ക് അംഗീകരിക്കുന്നതാണോ? ഒന്ന് ചിന്തിച്ചൂടെ? ഇക്കണ്ട ബാങ്കുകൾ, റിസർവ് ബാങ്ക് ഇവർക്കൊക്കെ പൈസ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഇവരൊക്കെ ആ ഉള്ള പൈസ അവർ ഈ തരികിടകളിൽ അവർ ഇടൂലേ? എന്തിനാ അവർ ഈ കഷ്ടപ്പെട്ടിട്ട് ലോണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? എന്തിനാണ് അവർ വെറും 8%, 10%, 12%, അല്ലെങ്കിൽ ചില സൊസൈറ്റികൾ 16 വരെയൊക്കെ പോകും? എന്താ അതിന്റെ അപ്പുറത്ത് അവർക്ക് പോകാൻ സാധിക്കാത്തത്? അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ അങ്ങനെ ഒരു വിഷയം, ആ റിസ്ക് പോലും ഇവിടെ ഇല്ല. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്നു, ആ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന ലാഭം നമ്മുടേക്ക് കൊടുക്കുന്നു. പരസ്യക്കാർക്കും പലർക്കും കൊടുക്കുന്നതിന് പകരം അതാ ക്യാൻവാസ് ചെയ്ത വ്യക്തി. കാരണം നിങ്ങളാണ് പരസ്യക്കാരൻ, നിങ്ങളാണ് അംബാസഡർ, നിങ്ങളാണ്. അപ്പൊ സച്ചിൻ തെണ്ടുൽക്കർ നിങ്ങളാണ്, ഐശ്വര്യ നിങ്ങളാണ്, അമിതാഭ് ബച്ചൻ നിങ്ങളായി മാറണം. എന്നിട്ട് ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കൂടെ ആണെങ്കിൽ 100% പിന്നെ അടുത്തത് അവർ ചോദിച്ചു മേടിക്കാൻ തുടങ്ങും. ഇത് പല പ്രസ്ഥാനങ്ങൾ തുടങ്ങുന്ന സമയത്ത് വലിയ വിലയുള്ള പ്രൊഡക്റ്റ് പോലും സൂപ്പർ ക്വാളിറ്റി ആണെങ്കിൽ അത് ആൾക്കാർ ചോദിച്ചു മേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് സത്യാവസ്ഥ. പക്ഷെ എന്റെ മാനസിക ദാരിദ്ര്യം ഞാൻ കളഞ്ഞില്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരുടെ ദാരിദ്ര്യം എനിക്ക് കളയാൻ പറ്റില്ല. ആദ്യം ആര് നന്നാവണം? ഞാൻ നന്നാവണം. എന്നാലേ എനിക്ക് മറ്റുള്ളവർക്ക് മാതൃകയാവാൻ പറ്റുള്ളൂ. അപ്പോഴാണ് എനിക്കിത്. ഇവിടെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ല സാറേ നടക്കുന്ന കേസല്ല, ഇത് പറ്റാത്ത കേസാണ്, ഞങ്ങളുടെ പരിസരത്ത് പറ്റില്ല, ഞങ്ങളുടെ ഗ്രാമത്തിൽ പറ്റില്ല, ഞാൻ പോണോടത്തൊക്കെ നെഗറ്റീവാണ്, ഇതൊക്കെ പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടത്. അപ്പൊ അതാണ് ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടാക്കാനുള്ള കാരണം, ഇതിന്റെ കുറവുകൾ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി അല്ലെങ്കിൽ തന്നെ നമുക്ക് മാക്സിമം എന്ത് ചെയ്യാം, നമ്മൾ അവർക്ക് ഇതിനെ കുറിച്ചിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ പറയും. അപ്പൊ ആ പറയുന്ന അനുസരിച്ചിട്ട് അവർക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കാനുള്ള കാരണം എന്താ? അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ കാര്യം വെച്ചാൽ എനിക്ക് എന്റെ ഫെയിലിയർ മറ്റുള്ളവർ വിജയിക്കുകയാണെങ്കിൽ ഞാൻ മാത്രം തോൽക്കുകയാണെങ്കിൽ അവിടെ ഉറപ്പായിട്ട് എന്റെയിലുള്ള പ്രശ്നങ്ങളാണ് ഞാൻ അന്വേഷിക്കേണ്ടത്. എല്ലാ വ്യക്തിയും, സത്യം പറഞ്ഞ ഓരോ വ്യക്തിയും ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നമ്മുടെ ഒരു പ്രോസ്പെക്റ്റ് ആണ്. അദ്ദേഹം എൻ്റെ കൂടെ വന്നിരിക്കും. ഞാൻ ആ കാഴ്ചയിലേക്ക് വന്നാൽ മാത്രം അത് സാധിക്കുള്ളൂ. അപ്പൊ എന്താണ് 100% ഈ വ്യക്തികൾ എന്തൊക്കെ പഠിക്കാന്ന് പറയുക, അവര് കോമൺ ആയിട്ട് നമ്മുടെ മുഖത്ത് നോക്കിയതിന് ശേഷം അവർക്ക് ഒരു ഇതുണ്ട്, നിങ്ങൾ ഹാപ്പിയാണോ ഈ വർക്കില്? നിങ്ങൾക്ക് എന്ത് കിട്ടും? യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അത് സ്മൂത്ത് ആണോ? അങ്ങനെയുള്ള കാര്യങ്ങൾ പലതും ചോദിക്കുന്നു. അപ്പൊ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ എൻ്റെ കൂടെ ഉണ്ടാവുള്ള ഒരാൾ. കാരണം ഇവിടെ നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ ഏത് മേഖലയാണെങ്കിലും
അത് ആത്മീയ മേഖലയാണോ, അത് രാഷ്ട്രീയമാണോ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും കമ്പനിയിലാണോ, അത് സിനിമയിലാണോ, ഏത് മേഖല എടുത്ത് നോക്കിയാലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? പോസിറ്റീവ് വ്യക്തിയോടാ. അത് അവർ പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ടല്ല. എന്താ കാര്യം വെച്ചാൽ അവർ പോസിറ്റീവ് ആണോ ഇല്ലയെന്ന് നമ്മൾ എങ്ങനെയാണ് അളക്കുന്നത്? അവരെ സംസാരം, അവരെ വേഷം, അവരെ വേഷഭൂഷ, അവർ ഏത് നേരം ചിരിച്ചുകൊണ്ട്, അവർ ഏത് നേരം ആരെന്ത് വിഷമം പറഞ്ഞാൽ പോലും അവരെന്താണ് പറയാ, അതൊന്ന് വിഷയമുള്ള കേസല്ലാണ്, ഒക്കെ ശരിയാക്കാണ്, നമ്മൾ ഉണ്ടെന്ന്, നമുക്ക് ഏതൊരു ബുദ്ധിമുട്ടിൽ നിന്നും പുറത്തേക്ക് വരാൻ മാർഗങ്ങളുണ്ടെന്ന് ഇതൊക്കെ പറയുമ്പോ ആരാ നമ്മുടെ കൂടെ വരാൻ? പ്രത്യേകിച്ച് ഞാൻ ഈ മറ്റേ ഡയറക്റ്റ് ക്ലാസ്സുകൾ എടുക്കുന്ന സമയം, ഓൺലൈനിന്റെ കേസല്ല, ഡയറക്റ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് പലരും പറഞ്ഞു, ഓ സാറിന്റെ ആ ക്ലാസ് കേട്ടാൽ ഒരു പോസിറ്റീവ് പവർ തോന്നി. അത് ആ പവറെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ക്ലോസിംഗ് ആയി മാറുള്ളൂ. അപ്പൊ ആൾക്കാർ നോക്കുന്ന ആ ഒരു പോസിറ്റിവിറ്റി ആണ് നിങ്ങളുടെ എൻ്റെ ഉള്ളില്. നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് കൊണ്ടുവരുന്ന അല്ലേ അല്ല, നിങ്ങൾ ഏത് വരുമാനം കൊടുക്കുന്നു അല്ലേ അല്ല, നിങ്ങളുടെ കമ്പനി ഒക്കെ ഇതൊക്കെ പിന്നെ വരുന്ന കാര്യങ്ങളാണ്. ഏറ്റവും ഫസ്റ്റ് ഒരു വ്യക്തി നോക്കുന്നത് നിങ്ങളുടെ പ്രസന്റേഷൻ, നിങ്ങളുടെ പേഴ്സണാലിറ്റിയാ. ചില വ്യക്തികൾ എന്താ ഉണ്ടായിച്ചാൽ അവര് ഒരു 100 കണക്കിന് പോയ കമ്പനികൾ ഉണ്ടാവും. അപ്പൊ അവര് എന്ത് ചെയ്യണം? ആ തെറ്റ് ആക്സെപ്റ്റ് ചെയ്യണം. സാർ നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത്തവണ ഞാൻ വളരെ പെർഫെക്റ്റ് ട്രാക്കിൽ തന്നെയാണ്. സംഭവിച്ചിട്ടുണ്ട്, ഞാൻ പല ഇതുകളിൽ വീണ് പോയിട്ടുണ്ട്, എന്റെ സാഹചര്യങ്ങളായിരുന്നു സാർ, പക്ഷെ ഇത്തവണ ഞാൻ സെലക്ട് ചെയ്തത് കറക്റ്റ് ട്രാക്കാണ്. അപ്പൊ അടുത്ത ചോദ്യം അവർ ചോദിക്കുക, ഇത് നിങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോ നിങ്ങൾ പറഞ്ഞതാണ്, ഇത്തവണ നിങ്ങൾ പറയുന്നത് അതാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഇമേജ് അഥവാ വാസ്തവത്തിൽ മാർക്കറ്റിൽ മോശമാണെങ്കിൽ നിങ്ങൾ ആവോണ്ടും വേറെ ടോട്ടലി പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ അടുത്ത് പോയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇമേജ് ബിൽഡ് ചെയ്തിട്ട് പതുക്കെ നമ്മൾ ആ ഇമേജ് ഇവിടെ റിപ്രസെന്റ് ചെയ്യാൻ നമ്മൾ പഠിക്കും. നിങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ശരിയാണ്. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് വളരെ വൈകിട്ട് തന്നെ വന്നാൽ നേരത്തെ എനിക്ക് വരായിരുന്നു, പക്ഷെ ഞാൻ വരാത്തതിന്റെ കാരണം നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന അറിയാം. പക്ഷെ ഞാൻ കഴിഞ്ഞ 6 മാസമായിട്ട് പുതിയ ഗ്രൂപ്പിൽ എൻ്റെ കൂടെ പോയിട്ട് അത്യാവശ്യം ഭംഗിയായിട്ട് ഞാൻ ഒരു സ്റ്റേജിലേക്ക് കടന്നു. ഇനി അവിടെയാണ് ഞാനിപ്പോ ആ ഒരു റെപ്രസെന്റേഷൻ നടത്തണമെന്ന് കുടം പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ നമുക്ക് എവിടെയാണ് കാണേണ്ടത്? എൻ്റെ ലൊക്കേഷൻ ഇന്ന സ്ഥലത്ത് മീറ്റിംഗ് നടക്കുന്നുണ്ട്, ഞാൻ എന്നാണ് വരേണ്ടത്? ഞാൻ ഉറപ്പായിട്ടും ഇനി നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൽ വിഷമങ്ങളുണ്ട്, എൻ്റെ ഇമേജ് ആണ് പ്രശ്നമാച്ചെങ്കിലും കമ്പനി കാര്യങ്ങൾ വളരെ പോസിറ്റീവ് ആണ് സാർ. അപ്പൊ 100% ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. എന്നാണ് ഞാൻ ഇനി അടുത്തത് വരേണ്ടത്? നമുക്ക് സൗകര്യപ്രകാരം നമുക്ക് ഇതൊന്ന് ഡിസ്കസ് ചെയ്യാം. എപ്പോഴും അവരെ വാതില് തുറന്നിരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. വാതില് തുറന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അവരെ മനസ്സിന്റെ വാതില് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഉള്ള രൂപത്തിൽ ഉള്ള സംസാരത്തിൽ നമ്മൾ അത് അവസാനിപ്പിക്കണം. ഒന്ന് മനസ്സിലാക്കാം, ഈ ഭൂമിയിൽ ഓരോ വ്യക്തിയും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. എത്ര കോടീശ്വരനാണെങ്കിലും അവൻ ഒരു 5 പൈസ എക്സ്ട്രാ ആഗ്രഹിക്കുന്നവൻ തന്നെയാണ്. എത്ര ക്വാളിഫൈഡ് വ്യക്തിയാണെങ്കിലും, ഈവൻ അവർ ഡോക്ടറേറ്റ് ഡിഗ്രി ഒക്കെ എടുത്തിരിക്കുന്ന വലിയ ഹൈ സെറ്റപ്പ് ആണെങ്കിലും അവരും ഒരു ബ്രേക്ക് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഇനി ബ്രേക്ക് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും, ഒരുപക്ഷെ സമ്പാദ്യം എല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു പേര് ആഗ്രഹിക്കുന്ന വ്യക്തി. എന്നോട് പല ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട്, സാർ ഇഷ്ടം പോലെ പണമുണ്ട്, പക്ഷെ സാറിന് കിട്ടണ ആ അംഗീകാരം പേര് എനിക്ക് കിട്ടണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. മതി, നമുക്ക് അതിലേക്ക് കൊണ്ടുവരാം. അവർക്ക് സോഷ്യൽ സെറ്റപ്പ് നന്നാക്കണം എന്ന് ആഗ്രഹമുണ്ട്, മതി, നമുക്ക് അവരായിരിക്കെ കൊണ്ടുവരാം. അപ്പൊ ഒരു വ്യക്തിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് ഈ വക കാര്യങ്ങൾ കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവാം. ഇപ്പൊ എന്താണെങ്കിലും ഞാൻ എൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ പോകും. മനസ്സിലാക്കാം, നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഞാനിത് പഠിപ്പിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടാക്കാൻ കാരണം, ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം 100% നമ്മൾ അതിന് സർട്ടിഫിക്കേഷൻ കാര്യങ്ങൾ കൊടുക്കുന്നതാണ്.
പക്ഷെ അതിലും വലുത് ഞാൻ പറയട്ടെ, 1,50,000 ഒരു കോഴ്സാണ് ഞാൻ ഇവിടെ ഫ്രീ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത്. ദയവ് ചെയ്ത് അതിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. വെറുതെ കിട്ടുമ്പോഴാണ് നമുക്ക് അതിന്റെ വിലയില്ലായ്മ വരുന്നത്. അപ്പൊ എന്നാൽ പോലും എന്നെ കൊണ്ട് പറ്റാവുന്ന ഒരു എഫേർട്ടാണ് ഞാൻ ഇവിടെ നന്നായിട്ട് പഠിക്കുക, പലരുമായിട്ട് പങ്കുവെക്കുക. ബിസിനസ്സിൽ ഈ വക കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ട്, ഇങ്ങനെ ഒരു നോളജ് കിട്ടുന്നുണ്ട്, ഇതൊക്കെ പങ്കുവെക്കുമ്പോൾ ഒരു പക്ഷെ അവര് നമ്മുടെ കൂടെ വന്നില്ലെങ്കിൽ പോലും ഞാൻ ഒരു കാര്യം പറയട്ടെ, അവര് ചെയ്യുന്ന ബിസിനസ്സിൽ അവർക്ക് വിജയിക്കാൻ സാധിക്കും. അപ്പൊ പതുക്കെ ആ റിലേഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും, നോളജ് അവർക്ക് കൂടാൻ സാധിക്കും. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞതിന്റെ കാരണം എന്താ വെച്ചാൽ, സത്യം പറഞ്ഞാൽ പല ആൾക്കാരുടെ വിചാരമുണ്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ അവർക്ക് കിട്ടോ ഇവർക്ക് കിട്ടോ, അങ്ങനെ ഒന്നും വിചാരിക്കും. കാരണം ഈവൻ ചാനലുകളാണെങ്കിൽ പോലും ഇത്ര ലക്ഷം മണിക്കൂർ ഏകദേശം ഷോർട്സ് ആണെങ്കിൽ പോലും 1 കോടി ആൾക്കാർ അത് കണ്ടു കഴിഞ്ഞാൽ, അപ്പൊ ഇതൊക്കെ പ്രാക്ടിക്കൽ അല്ല, അതിനെ കുറിച്ച് അറിവില്ലാത്ത കാരണം കൊണ്ടാണ്. വർഷങ്ങളോളം ഇതിൽ വർക്ക് ചെയ്താൽ 100% അത് എഫക്റ്റീവ് ആണ്. തൽക്കാലം നമ്മൾ അതിലേക്ക് പോകേ വേണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എന്താ കാര്യം വെച്ചാൽ നിങ്ങളുടെ മൊബൈലിൽ ആ സബ്സ്ക്രിപ്ഷൻ എപ്പോഴും ഉണ്ടാവും. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അത് വീഡിയോസ് നിങ്ങളുടെ ഇതിൽ ഉണ്ടാവണം എന്നില്ല. നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫോണോടത്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ മാത്രം ഉണ്ടായാൽ മതി. അതിൽ യൂട്യൂബിൽ ഓൺലൈനിൽ പോകാം. ഇതൊക്കെ എവിടെ കിടക്കണെന്ന് കാണിക്കുക. ഇതിന്റെ ടെസ്റ്റമെന്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന്റെ മറ്റേ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. ധൈര്യത്തോടുകൂടി നിങ്ങൾക്ക് പറയാൻ പറ്റും, ഇതാണ് ഞങ്ങളുടെ സാർ എടുത്തിരിക്കുന്ന ഒരു ക്ലാസ്, ഇത് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് വിശദമായ വിവരങ്ങൾ. സമയമില്ലെങ്കിൽ പോലും നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റും. സബ്സ്ക്രൈബ് എങ്ങനെ ചെയ്യേണ്ടെന്ന് പഠിപ്പിക്കുക. ഇതൊക്കെ ഏത് ഫോൾഡറിലാണ് കിടക്കുന്നത് പഠിപ്പിക്കുക. അതെങ്ങനെ എടുക്കണം, അതെങ്ങനെ കേൾക്കണം. അപ്പൊ അവർക്ക് അവരുടെ സൗകര്യപ്രകാരം, എന്നിട്ട് നിങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വർക്ക് ലോഡ് 80% കുറഞ്ഞു കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടാക്കാനുള്ള കാരണം. നിങ്ങൾ വിജയിക്കണം, സത്യം പറഞ്ഞാൽ നിങ്ങൾ വിജയിക്കണം. എന്നെ സംബന്ധിച്ച് ഞാനൊരു ടീം ഉണ്ടാക്കുന്ന വ്യക്തിയോ, ഞാൻ അങ്ങനെ, എനിക്ക് യാതൊരു ആവശ്യമില്ല. ഐ ആം ടോട്ടലി ഇൻ ടു റിസർച്ച്. ഞാൻ റിസർച്ചും എഡ്യൂക്കേഷണൽ മേഖല മാത്രമാണ്. ടീം ഉണ്ടാക്കുന്നത് നിങ്ങളാണ്. ഇത് നിങ്ങളുടെ ആവശ്യം, എന്റെ ആവശ്യമേ അല്ല. എന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയണ സാറിന്റെ കൂടെ ഞാൻ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു വല്ല കാര്യമില്ല. കാരണം എനിക്ക് ഐഡിയ ഉണ്ടായിട്ട് വേണ്ടേ ഞാൻ ജോയിൻ ചെയ്യാൻ. അപ്പൊ അത്രയ്ക്ക് മാത്രം മനസ്സിലാക്കാം. അപ്പൊ ഇത് ആർക്കാണ്? ഇത് നിങ്ങൾക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഇത് ഉണ്ടാക്കാൻ കാരണം. ഇതിനൊക്കെ സർട്ടിഫിക്കേഷനുകൾ ഉണ്ട്. ഇതിന് 100% ഞാൻ വീണ്ടും പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ ഈ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഇവിടെ കാണിച്ചിരിക്കുന്ന ഇതിമേ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ഇതിന്റെ കൂടെ ലിങ്ക് ഓട്ടോമാറ്റിക് സബ്സ്ക്രിപ്ഷനിലേക്ക് പോകും. അത്രയ്ക്കേ ഉള്ളൂ. നിങ്ങൾ അതിനെ കൊണ്ട് കുറിച്ച് തപ്പേണ്ട ആവശ്യമില്ല. ഞാൻ അത്രയും ഈസി ആക്കിയിരിക്കുകയാണ്. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഈ ഫോൾഡർ മൊത്തം കാണാൻ പറ്റും. ഏത് ഫോൾഡർ? മൊത്തം യൂട്യൂബ് ചാനലിന്റെ ഈ ഒരു ഫോൾഡർ കാണാൻ പറ്റും. അപ്പൊ അതില് നമുക്ക് ഓരോ ചാനലുകളുടെ ഓരോ ദിവസത്തിന്റെ ക്ലാസ്സുകൾ കാണാൻ പറ്റും. നിങ്ങൾ ഏതെങ്കിലും മിസ് ആയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും നോക്കാം. അപ്പൊ ഇതിന്റെ എക്സാമിനേഷൻ പറഞ്ഞ പ്രകാരം തന്നെ ഒന്നല്ലെങ്കിൽ ഓഫീസിൽ, എൻ്റെ ഓഫീസിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വെച്ചിട്ട് അതിൻ്റെതായ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. പക്ഷെ ഞാൻ പഠിക്കുന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അല്ലേ അല്ല. ഇത് കിട്ടുമ്പോൾ അതിൻ്റെതായ അന്തസ്സ് വേറെ. പക്ഷെ ഞാൻ പഠിക്കുന്നത് എൻ്റെ നോളേജ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പ്രൊഡക്റ്റ് നോളേജ്, പ്ലാന്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. അതൊക്കെ നമ്മൾ ഇതൊക്കെ നല്ല രീതിയിൽ മീഡിയ, സോഷ്യൽ മീഡിയനെ പരമാവധി ഉപയോഗിക്കാൻ പറ്റിയാൽ എളുപ്പത്തിൽ രക്ഷപ്പെടും. വമ്പൻ സ്ഥാപനങ്ങൾ രക്ഷപ്പെട്ടത് പരസ്യം കൊടുത്തിട്ട് തന്നെയാണ്. ഇവിടെ നിങ്ങൾ അതിന് എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. അതൊക്കെ ഞാൻ പതുക്കെ പഠിപ്പിക്കുന്നതായിരിക്കും 100%. അപ്പൊ ഇതിനെ നിങ്ങൾ ഒരു വേദിയാക്കി മാറ്റാം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ അടുത്തത് നമ്മൾ ഇനി ഏതാണ് പോകാം? 100% നമ്മൾ 7ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പോകും അല്ലേ? അപ്പൊ 6ാമത്തെ ദിവസം പൂർത്തീകരിച്ചു. സബ്സ്ക്രൈബ് ചെയ്യുക, കേൾക്കുക, നോളേജ് സ്പ്രെഡ് ചെയ്യുക, രക്ഷപ്പെടാം. ഓരോ ദിവസം ഓരോ മണിക്കൂർ വാല്യുബിൾ ആണ്. ഞാൻ എൻ്റെ 24 മണിക്കൂറും ഞാൻ ഇതിലേക്ക് ഇടാണ്. 24 മണിക്കൂർ, സത്യം പറയും, 24 മണിക്കൂർ. രാത്രി ഞാൻ കെടുക്കുന്നത് തന്നെ ഏകദേശം 10:30, 11, 12 ഒക്കെ ആവും.
പക്ഷെ ഫുൾ ടൈം സ്ലൈഡ് ഉണ്ടാക്കല്, ഉണ്ടാക്കല്, എല്ലാ കാര്യങ്ങളും തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ആർക്ക് വേണ്ടിയിട്ടാ? നിങ്ങൾക്ക് വേണ്ടിയിട്ടാ. കാരണം എനിക്കറിയാം ഒരു കുടുംബത്തിന്റെ ബുദ്ധിമുട്ട്, എനിക്കറിയാം ഒരു വിഷമം, എനിക്കറിയാം പൈസേന്റെ വിഷമം എന്താണ്. കാരണം ഞാൻ സാധാരണ ജീവിതകാരൻ തന്നെയാണ്. ആ വേദന ഞാൻ നന്നായിട്ട് മനസ്സിലാക്കണം തന്നെയാണ്. റേഷൻ കടേന്റെ ക്യൂ നിൽക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിക്കും, ദൈവമേ ഇതിൽ നിന്നൊന്നും മോചനം കിട്ടാൻ എന്തായാലും ഇല്ലേ? നമ്മളൊക്കെ പലപ്പോഴും മാസം അവസാനം നമ്മുടെ ബില്ല് അടയ്ക്കാൻ പറ്റാണ്ട് വരുമ്പോഴുള്ള വേദന എനിക്കറിയാം. നമ്മൾ പല കടങ്ങൾ വീട്ടാനുള്ള വിഷമം എനിക്കറിയാം. അപ്പൊ MKR CSM നിങ്ങളുടെ കൂടെ ഉണ്ട്. മനോജ് കുമാർ രവീന്ദ്രൻ, കമ്മ്യൂണിറ്റി സോഷ്യൽ മാർക്കറ്റിംഗ്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നന്മയിലേക്ക് രക്ഷപ്പെടാൻ സാധിക്കട്ടെ എന്ന്. ദൈവത്തിന് അനുഗ്രഹം പ്രത്യേകിച്ച് നമുക്ക് വേണം. അപ്പൊ ആ ഒരു അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.